ഈ ലോകത്തിന്റെ അരൂപി ഈ ദൈവമക്കളെ ദൈവിക കാര്യത്തിൽ നിന്നെല്ലാം പിടിച്ചു മാറ്റിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറയാൻ കാരണം, ശ്രദ്ധിച്ചെന്ന് കേട്ടോ, പറയാൻ കാരണം നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ വചനമൊക്കെ കേൾക്കുന്നുണ്ടോ ഒന്നും നമ്മൾ ദൈവത്തോടൊപ്പം ആണോന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഈ ലോകത്തിൽ തന്നെ കടന്നുകൊണ്ടായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ ആത്മീയ കാര്യങ്ങൾ പലതും ചെയ്യുന്നതിന്റെ പിന്നിലും ലൗകിക വ്യഗ്രത തന്നെ ആയിരിക്കും. 100% കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ പറ്റണമെങ്കിൽ ഈ ലോകത്തിന്റെ അരൂപി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പോകണം. അതുകൊണ്ട് ഈ ലൗകിക വ്യഗ്രത, സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത, ലൗകിക വ്യഗ്രത, മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഇതെല്ലാം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റും എന്ന് അറിഞ്ഞ് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് ഏകാഗ്ര ഹൃദയത്തോടെ അങ്ങയെ ശുശ്രൂഷിക്കാൻ എന്റെ ഹൃദയത്തിൽ നിന്ന് ലൗകിക വ്യഗ്രതകൾ എടുത്തു മാറ്റണമേ. എല്ലാം ദൈവം തരും, ആവശ്യമുള്ളതൊക്കെ തരും. പക്ഷേ നമ്മൾ ലോകത്തിന് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നത്. നമുക്കൊരു ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ മഹത്വപ്പെടുത്തണം, കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യണം, ദൈവരാജ്യം വളരണം, ദൈവവേല ശക്തി പ്രാപിക്കണം, ദൈവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആയിരങ്ങൾ പതിനായിരങ്ങൾ യേശുവിനെ അറിയണം, അനേക ചെറുപ്പക്കാരെ കർത്താവിനെ കണ്ടുമുട്ടണം, കുഞ്ഞുങ്ങൾ യേശുവിനെ അറിയണം, എല്ലാവരും യേശുവിനെ ഏറ്റുപറയണം, എല്ലാ സ്ഥലത്തും അറിയുന്ന ആളുകൾ ഉണ്ടാവണം. അതിന് എവിടെയായാലും നമ്മൾ കർത്താവിനെ പ്രഘോഷിക്കണം, കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുക്കണം. ഇത് തലയ്ക്കകത്ത് കയറിക്കിടക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ നമ്മൾ ഈ പ്രവർത്തിക്കുന്ന ലോകത്തിന്റെ അരൂപി മാറിപ്പോകാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എങ്കിലേ നമുക്ക് ദൈവികമായിട്ട് വളരാൻ പറ്റത്തുള്ളൂ.